ചരിത്രവും സംഗീതവും കൈകോർക്കുന്ന ഒരു നഗരം. രാജകീയ കൊട്ടാരങ്ങൾ, ക്ലാസിക്കൽ മ്യൂസിക്, കാലം നിർത്തിയതുപോലെ തോന്നുന്ന വഴികൾ. ഒരു കാലത്ത് രാജാക്കന്മാർ നടന്നിടങ്ങൾ ഇന്ന് നമുക്കും ഒന്ന് നടക്കാം. അത് കാണാൻ മാത്രമല്ല കേട്ടോ, അതൊന്ന് അനുഭവിക്കാനും കൂടി. ഇന്ന് ഈ വീഡിയോയിൽ രാജപ്രൗഢിയുള്ള കൊട്ടാരങ്ങളും അവിടുത്തെ ക്രിസ്മസ് അലങ്കാരങ്ങളും കുറച്ച് മധുരം നിറഞ്ഞ ഫുഡും അതിനൊപ്പം നമ്മുടെ യാത്രയുടെ ചെറിയ ചെറിയ നിമിഷങ്ങളും എല്ലാം ചേർന്നൊരു കഥയാണ്. ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്ന. സോ വെൽക്കം ടു വിയന്ന ആൻഡ് വെൽക്കം ബാക്ക് ടു മൈൽസ് ആൻഡ് മെമ്മറീസ് ബൈ ധന്യ. ഞങ്ങൾ താമസിക്കുന്നത് ജർമ്മനിയിലെ ന്യൂറംബർഗിലാണ്. അവിടെ നിന്നൊരു 4-4.5 മണിക്കൂറുണ്ട് വിയന്നയിലേക്ക്. ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങൾക്കൊരു സ്നോഫോൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് കിട്ടിയിരുന്നു. പലയിടത്തും ഞങ്ങൾ പോകുമ്പോൾ കാറിലിരുന്ന് സ്നോ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ലൈവായിട്ട് സ്നോ വീഴുന്നത്. നേരെ ഞങ്ങൾ പോയത് ഞങ്ങൾ അവിടെ ബുക്ക് ചെയ്തിരിക്കുന്ന എയർബിഎൻബിയിലേക്കായിരുന്നു. ഞങ്ങൾ അവിടെയായിരുന്നു സ്റ്റേ. അതിന് തൊട്ടടുത്ത് കാറ് പാർക്ക് ചെയ്തിട്ട് അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചായിരുന്നു ഞങ്ങൾ വിയന്ന മുഴുവനും കണ്ടത്. ഓൾഡ് ടൗൺ തുടങ്ങുന്ന ഈ പോയിന്റിൽ കണ്ണിൽപ്പെടുന്ന ഏറ്റവും ഫസ്റ്റ് തിങ് ഈ ഒരു വലിയ റെഡ് റിബൺ ആണ്. ആദ്യത്തെ കാഴ്ചയിൽ ജസ്റ്റ് ക്രിസ്മസ് ഡെക്കറേഷൻ പോലെ തോന്നും, പക്ഷെ വിയന്നയിൽ ഇതിനൊരു ഡീപ്പർ മീനിങ് ഉണ്ട്. വിയന്ന ഒരു റോയൽ സിറ്റി ആയതുകൊണ്ട് ക്രിസ്മസ് ടൈമിൽ സിറ്റിയെ തന്നെ ഒരു ഗിഫ്റ്റ് പോലെ കൺമുന്നിൽ എത്തിക്കുന്നു എന്ന കൺസെപ്റ്റാണ് ഈ റിബൺ. ഓൾഡ് ടൗണിലൂടെ നടക്കുമ്പോൾ ഏത് കഫേ നോക്കിയാലും നല്ല തിരക്കാണ്, ക്യൂ ഉണ്ട്, പക്ഷെ ആർക്കും തന്നെ കംപ്ലൈന്റ് ഇല്ല. ബട്ട് വൈ? ഒറ്റ റീസൺ ഉള്ളൂ അതിന്. സാഷർ ടോർട്ടെ, ചോക്ലേറ്റ് കേക്കിന്റെ ഇടയിൽ ആപ്രിക്കോട്ട് ജാം, മുകളിൽ തിക് ചോക്ലേറ്റ് ലെയർ. സിമ്പിളായി പറഞ്ഞാൽ ഒരു റിച്ച് കേക്ക്. വേറെ കുറച്ച് കേക്കുകളും ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നു, എല്ലാം സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ആ സ്ട്രീറ്റിൽ കൂടി നടക്കാൻ തുടങ്ങി. നടന്നു ചെന്ന് നിന്നത് സെന്റ് സ്റ്റെഫൻ കത്തീഡ്രലിന് മുൻപിലായിരുന്നു. ഇത് വെറും ഒരു പള്ളിയല്ല കേട്ടോ. വിയന്ന വളർന്നതും മാറിയതും എല്ലാം നേരിട്ട് കണ്ടൊരു സാക്ഷിയാണ് സെന്റ് സ്റ്റെഫൻ പള്ളി. 12-ാം നൂറ്റാണ്ടിൽ ചെറിയൊരു പള്ളിയായി തുടങ്ങിയതാണിത്. പിന്നീട് വിയന്ന വളർന്നതോടെ ഈ പള്ളിയും കൂടി വളർന്നു. യുദ്ധങ്ങൾ വന്നപ്പോൾ, നഗരം ആക്രമിക്കപ്പെട്ടപ്പോൾ വിയന്നക്കാർ ഒത്തുകൂടിയത് ഇവിടെയാണ്. മുകളിൽ കാണുന്ന ആ ഉയർന്ന ഗോപുരം ഒരു കാലത്ത് നഗരത്തിലേക്ക് വരുന്ന അപകടം ആദ്യമേ കാണാൻ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ മുന്നോട്ട് നടന്ന് ചെന്നപ്പോൾ കുറേ കുതിരവണ്ടികൾ കണ്ടു. അത് പല സ്റ്റൈലിലുണ്ടായിരുന്നു കുതിരവണ്ടികളെല്ലാം. എല്ലാ കുതിരകൾക്കും ഒരു സൈസിനൊരു വലിപ്പം തോന്നിച്ചിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നടന്നു ചെന്നത് ഹോഫ്ബൂർഗ് പാലസിന്റെ മുന്നിലാണ്. ഒരിക്കൽ ഓസ്ട്രിയ ഭരിച്ച രാജാക്കന്മാർ ജീവിച്ചിരുന്ന പ്രധാന താമസ സ്ഥലം. നൂറ്റാണ്ടുകളോളം രാജകുടുംബത്തിന്റെ അധികാര കേന്ദ്രമായിരുന്നു ഇത്. അവിടെ നിന്ന് വീണ്ടും നടന്ന് നമ്മൾ എത്തിയത് പാർലമെന്റിന്റെ മുന്നിലേക്കായിരുന്നു. ഓഹ്, വളരെ വലിയൊരു കെട്ടിടം, എന്തൊരു ഭംഗിയാ! പാർലമെന്റിന്റെ എതിർവശത്ത് നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് കണ്ടു. അപ്പോഴേക്കും സമയം 2 മണി കഴിഞ്ഞു. പിന്നെ വിശപ്പിന്റെ വിളി വന്നു തുടങ്ങിയതോടെ ഞങ്ങൾ അവിടെ നിന്നൊരു ട്രാം എടുത്ത് അങ്ങനെ അവിടെ അടുത്തുള്ള ഒരു മാർക്കറ്റിലേക്ക് ഞങ്ങൾ പോയി. അവിടെ ചെന്ന് ഇറങ്ങി അത്യാവശ്യം കുറച്ച് വിശപ്പ് മാറ്റാനുള്ള താൽക്കാലിക ആശ്വാസത്തിനുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി കഴിച്ചിട്ട് നേരെ ഞങ്ങൾ പോയത് ബെൽവേദർ കൊട്ടാരത്തിലേക്കായിരുന്നു. എൻ്റെ ദൈവമേ, ആ പാലസ് കണ്ടപ്പോൾ മനസ്സിൽ ആദ്യം വന്നൊരു കാര്യം ഇതൊക്കെ എത്ര നാൾ മുൻപ് പണിതായിരിക്കും എന്നുള്ളതായിരുന്നു. അവിടെ ഫോട്ടോസ് എല്ലാം എടുത്ത് അങ്ങനെ നടന്നു കുറച്ചു നേരം. ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ തിരിച്ച് താമസ സ്ഥലത്തെത്തി. ഒന്ന് ഫ്രഷായി കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ രാത്രി കാഴ്ചകളൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങി. ഇനി അതൊന്ന് കാണാം. പകൽ കണ്ട അതേ സ്ഥലങ്ങൾ, പക്ഷെ രാത്രി വന്നപ്പോൾ എല്ലാം മാറി. വഴികളിൽ ലൈറ്റുകൾ, ചുറ്റും അലങ്കാരങ്ങൾ, നഗരം മുഴുവൻ ഉത്സവം പോലെ. അസാധ്യ ഭംഗിയായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഒറ്റ കാര്യമാണ് പറയാനുള്ളൂ. പകൽ കണ്ടത് ചരിത്രം, രാത്രി കണ്ടത് മായാജാലം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ കണ്ട കാഴ്ചകളെല്ലാം നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു.